എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് നമ്മൾ മുൻകാല ചോദ്യപേപ്പറുകൾ നോക്കി വരികയാണ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് കേരള PSC 2021 നടത്തിയ ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ചോദ്യപേപ്പർ കോഡ് 84/2021. നമുക്ക് ചോദ്യപേപ്പറിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, സംവരണേതര സമുദായങ്ങൾക്കുള്ള സാമ്പത്തിക സംവരണത്തിനുള്ള മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷൻ. സംവരണേതര സമുദായങ്ങൾക്കുള്ള സാമ്പത്തിക സംവരണത്തിനുള്ള മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷൻ. ഓപ്ഷൻ ഡി, ജസ്റ്റിസ് കെ ശ്രീധരൻ നായർ കമ്മിറ്റി. ജസ്റ്റിസ് കെ ശ്രീധരൻ നായർ കമ്മിറ്റിയാണ് സംവരണേതര സമുദായങ്ങൾക്കുള്ള സാമ്പത്തിക സംവരണത്തിനുള്ള മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മീഷൻ. ഖേലോ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ മികവിൻ്റെ കേന്ദ്രമായി കായിക മന്ത്രാലയം തിരഞ്ഞെടുത്ത കേരളത്തിലെ സ്ഥാപനം. ഖേലോ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ മികവിൻ്റെ കേന്ദ്രമായി കായിക മന്ത്രാലയം തിരഞ്ഞെടുത്ത കേരളത്തിലെ സ്ഥാപനം. ഓപ്ഷൻ സി, GV രാജ സ്പോർട്സ് സ്കൂൾ, തിരുവനന്തപുരം. GV രാജ സ്പോർട്സ് സ്കൂൾ തിരുവനന്തപുരത്തെയാണ് ഖേലോ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ മികവിൻ്റെ കേന്ദ്രമായി കായിക മന്ത്രാലയം തിരഞ്ഞെടുത്ത കേരളത്തിലെ സ്ഥാപനം. കേരള സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല. കേരള സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല. ഓപ്ഷൻ സി, കാസർഗോഡ്. കാസർഗോഡാണ് കേരള സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല. അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി ഏത്? ഓപ്ഷൻ സി, പരിരക്ഷ. പരിരക്ഷ പദ്ധതിയാണ് അംഗപരിമിതർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം നൽകുന്നതിനായി സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച പദ്ധതി. 2011-2020 വർഷത്തെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരത്തിനുള്ള ICC ഗാർഫീൽഡ് സോബേഴ്സ് അവാർഡ് ലഭിച്ചത്. 2011-2020 വർഷത്തെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരത്തിനുള്ള ICC ഗാർഫീൽഡ് സോബേഴ്സ് അവാർഡ് ലഭിച്ചത്. ഓപ്ഷൻ ഡി, വിരാട് കോഹ്ലി. വിരാട് കോഹ്ലിക്കാണ് 2011-2020 വർഷത്തെ ഏറ്റവും മികച്ച ക്രിക്കറ്റ് താരത്തിനുള്ള ICC ഗാർഫീൽഡ് സോബേഴ്സ് അവാർഡ് ലഭിച്ചത്. ഇൻസ്റ്റഗ്രാമിൽ 5 കോടി ഫോളോവേഴ്സ് നേടുന്ന ആദ്യ ഇന്ത്യൻ സെലിബ്രിറ്റി ആര്? ഇൻസ്റ്റഗ്രാമിൽ 5 കോടി ഫോളോവേഴ്സ് നേടുന്ന ആദ്യ ഇന്ത്യൻ സെലിബ്രിറ്റി ആര്? ഓപ്ഷൻ സി, വിരാട് കോഹ്ലി. വിരാട് കോഹ്ലിയാണ് ഇൻസ്റ്റഗ്രാമിൽ 5 കോടി ഫോളോവേഴ്സ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ സെലിബ്രിറ്റി. കർഷകരുടെ വളം സബ്സിഡിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി മേധാവി ആര്? കർഷകരുടെ വളം സബ്സിഡിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി മേധാവി ആര്? ഓപ്ഷൻ സി, കനിമൊഴി കരുണാനിധി. കനിമൊഴി കരുണാനിധിയാണ് കർഷകരുടെ വളം സബ്സിഡിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി മേധാവി. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ സീനിയർ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതാര്? ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ സീനിയർ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓപ്ഷൻ എ, അഞ്ജു ബോബി ജോർജ്. അഞ്ജു ബോബി ജോർജ് ആണ് ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ സീനിയർ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യൻ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ വിഭാഗത്തിൽ ക്രോസ് വേർഡ് പുരസ്കാരം നേടിയ മലയാളി എഴുത്തുകാരൻ. ഇന്ത്യൻ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ വിഭാഗത്തിൽ ക്രോസ് വേർഡ് പുരസ്കാരം നേടിയ മലയാളി എഴുത്തുകാരൻ. ഓപ്ഷൻ ബി, N പ്രഭാകരൻ. N പ്രഭാകരനാണ് ഇന്ത്യൻ ലാംഗ്വേജ് ട്രാൻസ്ലേഷൻ വിഭാഗത്തിൽ ക്രോസ് വേർഡ് പുരസ്കാരം നേടിയ മലയാളി എഴുത്തുകാരൻ. പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏതാണ്? പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ, പാകിസ്ഥാൻ. പഞ്ചാബ് പാകിസ്ഥാനുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അറ്റം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ തെക്കേ അറ്റം. ഓപ്ഷൻ ബി, കന്യാകുമാരി. കന്യാകുമാരിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ
തെക്കേ അറ്റം. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിര. ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിര. ഓപ്ഷൻ ഡി വിന്ധ്യാപർവ്വതം. വിന്ധ്യാപർവ്വതനിരയാണ് ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിര. ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി. ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി. ഓപ്ഷൻ ഡി ഗംഗ. ഗംഗയാണ് ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി. സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷമേത്? സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം. ഓപ്ഷൻ ബി 1958. 1958 സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഏത് പോസ്റ്റൽ ഡിവിഷന്റെ കീഴിലാണ്? അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഏത് പോസ്റ്റൽ ഡിവിഷന്റെ കീഴിലാണ്? ഓപ്ഷൻ ഡി ഗോവ. അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഗോവൻ പോസ്റ്റ് ഡിവിഷന്റെ കീഴിലാണ്. ഏത് ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നത്? ഏത് ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നത്? ഓപ്ഷൻ സി ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരുന്നത്. ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ലി ദേശീയോദ്യാനം എന്ന പേരിൽ അറിയപ്പെട്ടത്? ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ലി ദേശീയോദ്യാനം എന്ന പേരിൽ അറിയപ്പെട്ടത്? ഓപ്ഷൻ ഡി ജിം കോർബറ്റ്. ഇന്ത്യയിലെ ജിം കോർബറ്റ് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ലി ദേശീയോദ്യാനം എന്ന പേരിൽ അറിയപ്പെട്ടത്. ശ്രീശൈലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി. ശ്രീശൈലം പദ്ധതി സ്ഥിതി ചെയ്യുന്ന നദി. ഓപ്ഷൻ സി കൃഷ്ണ നദി. കൃഷ്ണ നദിയിലാണ് ശ്രീശൈലം പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഇവയിൽ ഖാരിഫ് വിള അല്ലാത്തത്? പരുത്തി, ചണം, ചോളം, ബാർലി. ഇവയിൽ ഖാരിഫ് വിളയല്ലാത്തത്? ഓപ്ഷൻ ഡി ബാർലി. ബാർലിയാണ് തന്നിരിക്കുന്നതിൽ ഖാരിഫ് വിളയല്ലാത്തത്. മസൂലിപ്പട്ടണം ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ്? മസൂലിപ്പട്ടണം ഇപ്പോൾ ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ്. ആന്ധ്രാപ്രദേശിലാണ് ഇപ്പോൾ മസൂലിപ്പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവം. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവം. ഓപ്ഷൻ സി 1857 വിപ്ലവം. 1857 വിപ്ലവമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവം. പ്ലാസി യുദ്ധത്തിൽ സിറാജ് ഉദ് ദൗളയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു? പ്ലാസി യുദ്ധത്തിൽ സിറാജ് ഉദ് ദൗളയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു? ഓപ്ഷൻ ബി റോബർട്ട് ക്ലൈവ്. റോബർട്ട് ക്ലൈവ് ആയിരുന്നു പ്ലാസി യുദ്ധത്തിൽ സിറാജ് ഉദ് ദൗളയെ പരാജയപ്പെടുത്തിയത്. 23ാമത്തെ ചോദ്യം ഡെലിറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട വ്യക്തി. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട വ്യക്തി. ഓപ്ഷൻ ഡി സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലാണ് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട വ്യക്തി. പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചതാര്? പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത്? ഓപ്ഷൻ ഡി രവീന്ദ്രനാഥ ടാഗോർ. രവീന്ദ്രനാഥ ടാഗോറാണ് പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രചിച്ചത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്? ഓപ്ഷൻ എ 1919 ഏപ്രിൽ 13. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ആസാദ് ഹിന്ദ് ഗവൺമെൻറ് സ്ഥാപിച്ചത് എവിടെ? ആസാദ് ഹിന്ദ് ഗവൺമെൻറ് സ്ഥാപിച്ചത് എവിടെ? ഓപ്ഷൻ സി സിംഗപ്പൂർ. സിംഗപ്പൂരിലാണ് ആസാദ് ഹിന്ദ് ഗവൺമെൻറ് സ്ഥാപിച്ചത്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ.
ഓപ്ഷൻ ഡി ഇന്ത്യ ചൈന. ഇന്ത്യയും ചൈനയുമായിരുന്നു പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. ഹൊറൈസൺസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. ഹൊറൈസൺസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ഓപ്ഷൻ സി ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ. ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മയാണ് ഹൊറൈസൺസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. 16ാമത് പി കേശവദേവ് പുരസ്കാരത്തിന് അർഹനായത്. 16ാമത് പി കേശവദേവ് പുരസ്കാരത്തിന് അർഹനായത് ഓപ്ഷൻ സി വിജയകൃഷ്ണൻ. വിജയകൃഷ്ണനാണ് 16ാമത് പി കേശവദേവ് പുരസ്കാരത്തിന് അർഹനായത്. 2023 19ാമത് പി കേശവദേവ് പുരസ്കാരത്തിന് അർഹനായത് ദേശമംഗലം രാമകൃഷ്ണനാണ്. ഭരണഘടന ഉറപ്പു നൽകുന്ന 6 തരം മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്ന വകുപ്പുകൾ. ഭരണഘടന ഉറപ്പു നൽകുന്ന 6 തരം മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്ന വകുപ്പുകൾ. ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ 14 മുതൽ 32 വരെ. ഭരണഘടന ഉറപ്പു നൽകുന്ന 6 തരം മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്ന വകുപ്പുകളാണ് ആർട്ടിക്കിൾ 14 മുതൽ 32 വരെ. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 29, 30 വരെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭരണഘടനയിലെ ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 29 മുതൽ 30 വരെ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശത്തെപ്പറ്റിയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നിയമത്തിൻ്റെ അനുമതിയോടെയല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. നിയമത്തിൻ്റെ അനുമതിയോടെയല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം. ഓപ്ഷൻ ബി 21ാം അനുച്ഛേദം. 21ാം അനുച്ഛേദത്തിലാണ് നിയമത്തിൻ്റെ അനുമതിയോടെയല്ലാതെ ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത്. മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി 32ാം അനുച്ഛേദം. 32ാം അനുച്ഛേദമാണ് മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത്. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചതെന്ന്. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചതെന്നാണ്? ഓപ്ഷൻ സി 2008. 2008ലാണ് ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത്. താമരയുടെ ശാസ്ത്രീയ നാമമെന്ത്? താമരയുടെ ശാസ്ത്രീയ നാമമെന്താണ്? ഓപ്ഷൻ ബി നെലംബോ ന്യൂസിഫറ. നെലംബോ ന്യൂസിഫറ എന്നതാണ് താമരയുടെ ശാസ്ത്രീയ നാമം. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെ? കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഓപ്ഷൻ ഡി തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്ക്? വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഓപ്ഷൻ സി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ ആണ്. ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ അംഗസംഖ്യ. ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ അംഗസംഖ്യ. ഓപ്ഷൻ സി 5. ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ അംഗസംഖ്യ 5 ആണ്. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി. ഓപ്ഷൻ ബി ഭാരതപ്പുഴ. ഭാരതപ്പുഴയാണ് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല. ഓപ്ഷൻ സി മലനാട്. മലനാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല. ഭാരതപ്പുഴയെ വെള്ളിയങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത്. ഭാരതപ്പുഴയെ വെള്ളിയങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത്. ഓപ്ഷൻ ബി പൊന്നാനി കനാൽ. മലപ്പുറത്തെ പൊന്നാനി കനാലാണ് ഭാരതപ്പുഴയെ വെള്ളിയാങ്കോട്ട് കായലുമായി ബന്ധിപ്പിക്കുന്നത്.
കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോടുകൂടി പെയ്യുന്ന വേനൽ മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോടുകൂടി പെയ്യുന്ന വേനൽ മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ എ മാംഗോ ഷവർ. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോടുകൂടി പെയ്യുന്ന വേനൽ മഴ മാംഗോ ഷവർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ എ ഡിസംബർ 5. ഡിസംബർ 5-നാണ് ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത്. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനത്തിൻ്റെ പേരെന്താണ്? കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനത്തിൻ്റെ പേരെന്താണ്? ഓപ്ഷൻ സി സൈലന്റ് വാലി. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം സൈലന്റ് വാലി. പെരിയാർ വന്യമൃഗ സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? പെരിയാർ വന്യമൃഗ സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ഇടുക്കി. ഇടുക്കി ജില്ലയിലാണ് പെരിയാർ വന്യമൃഗ സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. KSEB സ്ഥാപിതമായ വർഷം? KSEB സ്ഥാപിതമായ വർഷം? ഓപ്ഷൻ എ 1957 മാർച്ച് 31. 1957 മാർച്ച് 31-നാണ് KSEB സ്ഥാപിതമായത്. ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം? ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം? ഓപ്ഷൻ സി കാറ്റ്. ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം കാറ്റിൽ നിന്നുള്ള ഊർജമാണ്. കേരള മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം? കേരള മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം? ഓപ്ഷൻ ബി തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കേരള മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം. 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം? 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രം? ഓപ്ഷൻ ബി മിതവാദി. 1917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രമാണ് മിതവാദി. 1913 ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ? 1913 ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ? ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പനാണ് 1913 ചരിത്രപ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ. ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്ന നവോത്ഥാന നായകൻ? ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്ന നവോത്ഥാന നായകൻ? ഓപ്ഷൻ ഡി ആഗമാനന്ദ സ്വാമി. ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്ന നവോത്ഥാന നായകനാണ് ആഗമാനന്ദ സ്വാമി. സിസ്റ്റേഴ്സ് ഓഫ് ദ കോൺഗ്രിഗേഷൻ ഓഫ് ദ മദർ ഓഫ് കാർമൽ CMC എന്ന സന്യാസിനി സഭ സ്ഥാപിച്ചതാര്? സിസ്റ്റേഴ്സ് ഓഫ് ദ കോൺഗ്രിഗേഷൻ ഓഫ് ദ മദർ ഓഫ് കാർമൽ CMC എന്ന സന്യാസിനി സഭ സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ ബി കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് സിസ്റ്റേഴ്സ് ഓഫ് ദ കോൺഗ്രിഗേഷൻ ഓഫ് ദ മദർ ഓഫ് കാർമൽ CMC എന്ന സന്യാസിനി സഭ സ്ഥാപിച്ചത്. വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകൻ ആര്? വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകൻ? ഓപ്ഷൻ ഡി കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് വാഴത്തട വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നവോത്ഥാന നായകൻ. തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവാര്? തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവാര്? ഓപ്ഷൻ ഡി പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പനാണ് തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവ്. മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തത്? മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തത്? ഓപ്ഷൻ സി IK കുമാരൻ മാസ്റ്റർ. IK കുമാരൻ മാസ്റ്റർ ആയിരുന്നു മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തത്.
എടച്ചേന കുങ്കൻ നായർ, തലയ്ക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എടച്ചേന കുങ്കൻ നായർ, തലയ്ക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ പഴശ്ശി കലാപം. പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവരാണ് എടച്ചേന കുങ്കൻ നായർ, തലയ്ക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു എന്നിവർ. കേരളത്തിൽ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം ആരുടെ നേതൃത്വത്തിലായിരുന്നു നടന്നത്? കേരളത്തിൽ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം ആരുടെ നേതൃത്വത്തിലായിരുന്നു നടന്നത്? ഓപ്ഷൻ എ അയ്യങ്കാളി. അയ്യങ്കാളിയുടെ നേതൃത്വത്തിലായിരുന്നു കേരളത്തിൽ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം നടന്നത്. പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരുട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനെ സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭം. പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരുട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനെ സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭം. ഓപ്ഷൻ ഡി 90-ാം ആണ്ട് ലഹള. പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരുട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനെ സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭമാണ് 90-ാം ആണ്ട് ലഹള. ഇന്ത്യയുടെ ദേശീയ വൃക്ഷമേത്? ഇന്ത്യയുടെ ദേശീയ വൃക്ഷം. ഓപ്ഷൻ സി പേരാൽ. പേരാലാണ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം. പ്രായപൂർത്തിയായ മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു? പ്രായപൂർത്തിയായ മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു? ഓപ്ഷൻ ഡി 12 മുതൽ 18 വരെ. പ്രായപൂർത്തിയായ മനുഷ്യൻ ഒരു മിനിറ്റിൽ ശരാശരി 12 മുതൽ 18 പ്രാവശ്യം വരെയാണ് ശ്വസിക്കുന്നത്. ശ്വേതരക്താണുക്കൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയ. ശ്വേതരക്താണുക്കൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയ. ഓപ്ഷൻ ഡി ഫാഗോസൈറ്റോസിസ്. ശ്വേതരക്താണുക്കൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയാണ് ഫാഗോസൈറ്റോസിസ്. മനുഷ്യശരീരത്തിലുള്ള നാഡികൾ. മനുഷ്യശരീരത്തിലുള്ള നാഡികൾ. ഓപ്ഷൻ ഡി 43 ജോഡി. മനുഷ്യശരീരത്തിൽ 43 ജോഡി നാഡികളാണുള്ളത്. മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിന് കാരണം. മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിനു കാരണം. ഓപ്ഷൻ ഡി യൂറോക്രോം. യൂറോക്രോമിൻ്റെ സാന്നിധ്യമാണ് മൂത്രത്തിൻ്റെ മഞ്ഞ നിറത്തിനു കാരണം. പേശി കമ്ലത്തിന് കാരണമാവുന്നത് എന്ത് അടിഞ്ഞുകൂടുന്നതാണ്? പേശി കമ്ലത്തിന് കാരണമാവുന്നത് എന്ത് അടിഞ്ഞുകൂടുന്നതാണ്? ഓപ്ഷൻ സി ലാക്റ്റിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടുന്നത് മൂലമാണ് പേശി കമ്ലത്തിന് കാരണമാവുന്നത്. അയഡിൻ അടങ്ങിയ ഹോർമോൺ. അയഡിൻ അടങ്ങിയ ഹോർമോൺ. ഓപ്ഷൻ സി തൈറോക്സിൻ. തൈറോക്സിനാണ് അയഡിൻ അടങ്ങിയ ഹോർമോൺ. വിറ്റാമിനുകളുടെ ലയത്വമനുസരിച്ച് അവയെ എത്രയായി തിരിച്ചിരിക്കുന്നു? വിറ്റാമിനുകളുടെ ലയത്വമനുസരിച്ച് അവയെ എത്രയായി തിരിച്ചിരിക്കുന്നു? ഓപ്ഷൻ എ 2. വിറ്റാമിനുകളുടെ ലയത്വമനുസരിച്ച് അവയെ 2ആയി തിരിച്ചിരിക്കുന്നു. അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്തിൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി. അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി. ഓപ്ഷൻ ഡി സ്നേഹപൂർവം. സ്നേഹപൂർവം പദ്ധതിയാണ് അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി. പോഷണത്തിനായി സസ്യാഹാരികളെ ആശ്രയിക്കുന്ന മാംസാഹാരികൾ ഉൾപ്പെടുന്ന പോഷണതലം. പോഷണത്തിനായി സസ്യാഹാരികളെ ആശ്രയിക്കുന്ന മാംസാഹാരികൾ ഉൾപ്പെടുന്ന പോഷണതലം. ഓപ്ഷൻ സി 3. പോഷണത്തിനായി സസ്യാഹാരികളെ ആശ്രയിക്കുന്ന മാംസാഹാരികൾ ഉൾപ്പെടുന്ന പോഷണതലം 3. ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം. ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം. ഓപ്ഷൻ സി കരൾ. കരളാണ് ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം. നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകങ്ങളാണ്
നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകങ്ങളാണ്? ഓപ്ഷൻ സി ഡി ബ്ലോക്ക് മൂലകങ്ങൾ. നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകങ്ങളാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ. സംക്രമണ മൂലകങ്ങളുടെ ആദ്യത്തെ വരിയിൽ ഇലക്ട്രോൺ നിറയുന്നത് ഏത് ഓർബിറ്റലിൽ? സംക്രമണ മൂലകങ്ങളുടെ ആദ്യത്തെ വരിയിൽ ഇലക്ട്രോൺ നിറയുന്നത് ഏത് ഓർബിറ്റലിൽ? ഓപ്ഷൻ ബി 3D. സംക്രമണ മൂലകങ്ങളുടെ ആദ്യത്തെ വരിയിൽ ഇലക്ട്രോൺ നിറയുന്നത് 3D ഓർബിറ്റിലാണ്. ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ ഡാഷ് വാതകം ഉണ്ടാകും. ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ ഡാഷ് വാതകം ഉണ്ടാകും. ഓപ്ഷൻ ബി ഹൈഡ്രജൻ. ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ ഹൈഡ്രജൻ വാതകമാണ് ഉണ്ടാകുന്നത്. സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത്? സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി സോഡിയം ക്ലോറൈഡ്. സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജവും താപോർജ്ജവുമാക്കി മാറ്റുന്ന ഉപകരണം? വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജവും താപോർജ്ജവുമായി മാറ്റുന്ന ഉപകരണം? ഓപ്ഷൻ ഡി ഇലക്ട്രിക് ഫാൻ. ഇലക്ട്രിക് ഫാൻ ആണ് വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജവും താപോർജ്ജവുമായി മാറ്റുന്ന ഉപകരണം. ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ? ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ? ഓപ്ഷൻ ഡി ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ദ്രവ്യത്തിൻ്റെ അഞ്ചാമത്തെ അവസ്ഥ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. ഐസിൽ കറിയുപ്പ് ചേർത്താൽ ദ്രവണാങ്കം? ഐസിൽ കറിയുപ്പ് ചേർത്താൽ ദ്രവണാങ്കം? ഓപ്ഷൻ എ കുറയുന്നു. ഐസിൽ കറിയുപ്പ് ചേർത്താൽ ദ്രവണാങ്കം കുറയുന്നു. സ്പ്രിംഗ് ത്രാസിൻ്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം? സ്പ്രിംഗ് ത്രാസിൻ്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം? ഓപ്ഷൻ ബി ഹൂക്സ് നിയമം. സ്പ്രിംഗ് ത്രാസിൻ്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമമാണ് ഹൂക്സ് നിയമം. ചാന്ദ്രയാത്ര കഴിഞ്ഞ് നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും തിരികെ ഇറങ്ങിയ സമുദ്രം? ചാന്ദ്രയാത്ര കഴിഞ്ഞ് നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും തിരികെ ഇറങ്ങിയ സമുദ്രം? ഓപ്ഷൻ എ പസഫിക് സമുദ്രം. ചാന്ദ്രയാത്ര കഴിഞ്ഞ് നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും തിരികെ ഇറങ്ങിയ സമുദ്രമാണ് പസഫിക് സമുദ്രം. ഏത് സംയുക്തത്തെ ചൂടാക്കിയാണ് ജോസഫ് പ്രീസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? ഏത് സംയുക്തത്തെ ചൂടാക്കിയാണ് ജോസഫ് പ്രീസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? ഓപ്ഷൻ സി മെർക്കുറിക് ഓക്സൈഡ്. മെർക്കുറിക് ഓക്സൈഡ് സംയുക്തത്തെ ചൂടാക്കിയാണ് ജോസഫ് പ്രീസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്. അടുത്തതായ മാത്സ് ചോദ്യങ്ങൾ. ശരിയുത്തരം ഏതെന്ന് കാണുക. 345.72 ഇൻറ്റു 7.46 സമം? ഓപ്ഷൻ എ 2579.0712. 0.32 ഇൻറ്റു 0.32 പ്ലസ് 0.64 ഇൻറ്റു 0.68 പ്ലസ് 0.68 ഇൻറ്റു 0.68 സമം? ഓപ്ഷൻ സി 1. ഒരു നിശ്ചിത വസ്തു പിക്കും ക്യൂവിനുമായി 21:81 എന്ന അനുപാതത്തിൽ വിഭജിച്ചാൽ ആകെ തുകയുടെ എത്ര ഭാഗമായിരിക്കും പിക്ക് ലഭിക്കുക? ഓപ്ഷൻ സി 7/34. 6, 8, 9 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ? 6, 8, 9 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ? ഓപ്ഷൻ ഡി 72. 11, 15, 21 എന്നിവ കൊണ്ട് ഹരിക്കുമ്പോൾ ക്രമത്തിൽ 9, 13, 19 എന്നിവ ബാക്കി വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഓപ്ഷൻ ഡി 1153. സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് 49 സമം 8.2 ആയാൽ എക്സിൻ്റെ വില എന്ത്? ഓപ്ഷൻ എ 1.44. 50 പേരുടെ ശരാശരി ഭാരം 40 kg ആകുന്നു. സംഘത്തിൽ നിന്ന് ഒരാൾ പോയപ്പോൾ ശരാശരി 1 കുറഞ്ഞാൽ പോയ ആളിൻ്റെ ഭാരം?
ഓപ്ഷൻ ഡി 89 കിലോഗ്രാം. രാമു 1500 രൂപയ്ക്ക് വാങ്ങിയ ഒരു മേശ 1200 രൂപയ്ക്ക് വിൽക്കുന്നുവെങ്കിൽ നഷ്ടശതമാനം എത്ര? ഓപ്ഷൻ ബി 20%. 20% ലാഭത്തിൽ ഒരു വസ്തു വിറ്റപ്പോൾ 60 രൂപ കിട്ടിയെങ്കിൽ വാങ്ങിയ വില? ഓപ്ഷൻ സി 50 രൂപ. ഒഴുക്കിനൊപ്പം ഒരു ബോട്ടിൻ്റെ വേഗം 13 കിലോമീറ്റർ ആണ്. ഒഴുക്കിൻ്റെ വേഗം 2.5 കിലോമീറ്റർ ആയാൽ ഒഴുക്കിനെതിരെ ബോട്ടിൻ്റെ വേഗം എന്ത്? ഓപ്ഷൻ ഡി 8 കിലോമീറ്റർ. 4 × 5 = 30, 7 × 3 = 32, 6 × 4 = 35 ആണെങ്കിൽ 8 × 0 എത്ര? ഓപ്ഷൻ ഡി 9. വിട്ടുപോയ അക്ഷരങ്ങൾ പൂരിപ്പിക്കുക. 2Z5 7Y7 14X9 23W11 34V13 ഡാഷ്. ഓപ്ഷൻ സി 47U15. നാടകത്തിന് സംവിധായകൻ എന്ന പോലെ പത്രത്തിന് ആരാണ്? ഓപ്ഷൻ ഡി എഡിറ്റർ. 12 143 19. ഓപ്ഷൻ സി 360. ഷെയിം എന്നത് 37,681 എന്നും റോഡ് എന്നത് 2,465 എന്നും കോഡ് ചെയ്താൽ അതേ ഭാഷയിൽ ഹിയർ എങ്ങനെ കോഡ് ചെയ്യാം? ഓപ്ഷൻ ബി 7,162. തന്നിരിക്കുന്ന വാക്കിൽ നിന്നും നിർമ്മിക്കാൻ കഴിയുന്ന വാക്ക് കണ്ടുപിടിക്കുക. ടോർണമെൻറ്റ്. ഓപ്ഷൻ ബി ടെനൻറ്റ്. എ ബി എന്നിവരുടെ വയസ്സിൻ്റെ റേഷ്യോ 5:4 ആണ്. 5 വർഷം കഴിഞ്ഞാൽ അത് 10:9 ആവും. എന്നാൽ എയുടെ വയസ്സ് ഇന്ന് എത്ര? ഓപ്ഷൻ സി 5. 4 പേർ ഇടവഴിയിലൂടെ നടക്കുകയാണ്. അനൂപ് രാമകൃഷ്ണൻ്റെ മുമ്പിലാണ് നടന്നത്. ആതിര സജിയുടെ മുമ്പിലും രാമകൃഷ്ണന് പിന്നിലുമായി നടന്നു. ഏറ്റവും പിന്നിൽ നടന്നത് ആരാണ്? ഓപ്ഷൻ ബി സജി. 877 887 88 77 8 777 8888 7787 8787. ഇതിൽ ഇടതുവശത്ത് 7ഉം വലതുവശത്ത് 8ഉമുള്ള എത്ര 8കൾ ഉണ്ട്? ഓപ്ഷൻ ബി 3. ഒറ്റയാനെ കണ്ടെത്തുക. 59 69 79 89. ഓപ്ഷൻ ബി 69 ഉത്തരം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.